അമ്മ അടിപൊളി പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. കൊണ്ടുപോയി നമുക്ക് അടിപൊളി പാൽ കപ്പ ഉണ്ടാക്കാം. ഹായ് കൂട്ടുകാരെ, മോൻ അങ്ങാടി പോയി വരുമ്പോണ്ട് നല്ല അടിപൊളി പൂളക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൂളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ല അടിപൊളി പാൽ കപ്പ ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാൻ അതിനിവിടെ 1 കിലോ പൂളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിതാ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മീഡിയം ലെവലിൽ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ച കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കിഴങ്ങിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് കത്തിച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് തുറന്ന് നോക്കാവുന്ന. ഇപ്പം നമ്മുടെ പൂളക്കിഴങ്ങ് വെന്ത് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഒരു ലേശം കൂടി വേകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പൂളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. അതാ ഈ പരുവത്തിൽ വേണം വേകാൻ കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഊറ്റിയെടുക്കാം. ഊറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കിഴങ്ങ് നല്ല വെന്ത് ഉടയൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച പൂളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇനി കുനുകുന ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിൽ 1-ാം പാല് 2-ാം പാലെന്ന് വേർതിരിവില്ല. എല്ലാ പാലും 2 പാല് ഒന്നിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേർപെടുത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ഒരു 5-6 മിനിറ്റ് ഇളക്കി കിഴങ്ങ് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ വല്ലാതെ കുത്തി ഉടയ്ക്കൊന്നും വേണ്ട, ഈ പരുവത്തിൽ എടുത്താൽ മതി. ഇനി നമുക്കിതിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളെ ആദ്യം തന്നെ പാകത്തിന് നല്ല ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല. ഈ സമയത്താണ് ഉപ്പിടേണ്ടത്. ഈ സമയത്ത് ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ആദ്യം നല്ല പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ തേങ്ങാപ്പാൽ വറ്റുമ്പോൾ ഉപ്പ് കൂടുതലുണ്ടാവും. അപ്പം നോക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നല്ല ഉപ്പിട്ട് കൊടുക്കണ്ട പറഞ്ഞത്. ഇനി നമുക്കിതിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ 1-ാം പാലൊന്നുമല്ല, ആദ്യം ഒഴിച്ച പാലിൽ നിന്ന് ലേശം മാറ്റി വെച്ചതാണ്. ഇപ്പം എന്തിനാ ഒഴിച്ചു വെച്ചാൽ ലേശം ലൂസാക്കി വിട്ട് വേണം എടുക്കാൻ. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ലേശം ഒഴിച്ചു കൊടുത്തത്. നമ്മളിപ്പോൾ ഒഴിച്ച തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ, എന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിലൊരു താളിപ്പും കൂടി ഉണ്ട് കേട്ടോ. ചട്ടി ചൂടായാൽ നമുക്കിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാനിതിലൊരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്.
ഇതിൽ നമുക്ക് ആദ്യം 4 ഉണക്കമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇനി നന്നായിട്ടൊന്ന് വാടട്ടെ. ഇനി നമുക്കിതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കുന്നു. നമ്മുടെ ഇത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കാണാൻ തന്നെ എന്താ രസമല്ലേ. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ. ഇപ്പം നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം. സിമ്പിളാണ്, ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ തേങ്ങ പാലെടുക്കുന്ന ടൈം മാത്രമേ സമയമുള്ളൂ. അപ്പോൾ എല്ലാം വേഗം ആവും. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.